GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ ജീവൻ ഉമങ്ക് എന്ന് പറയുന്ന LICയുടെ ഒരു സ്കീമാണ്, ഒരു പെൻഷൻ പ്ലാനാണ്. അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാൻ എന്നെ വളരെയധികം എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടോന്ന് അറിയില്ല. നമുക്ക് വരുന്ന ലോസിനെ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള നഷ്ടത്തിനെ നികത്തുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്ലാനാണ് ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് അതിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയും. ഇൻഷുർ ചെയ്യുക, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം, അങ്ങനെ ഉണ്ടാകുന്ന ഒരു നഷ്ടത്തിനെ എങ്ങനെ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായാൽ നമുക്ക് ഫിനാൻഷ്യലി എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഇൻഷുറൻസിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അപ്പോൾ ലോകത്തിലെ 1800 കാലഘട്ടങ്ങളിലാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആശയത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായത്. കാരണം അന്ന് ഷിപ്പിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടു നടന്ന വ്യവസായികൾക്ക് ഷിപ്പ് ലോസ് വന്നപ്പോൾ, കാരണം ഇപ്പോൾ നമുക്കറിയാം ഷിപ്പിൽ കുറേ വലിയ എമൗണ്ടിൻ്റെ സാധനങ്ങൾ ഒരു രാജ്യത്ത് മറ്റേ രാജ്യത്ത് ഷിപ്പ് മുങ്ങിപ്പോവുകയൊക്കെ ചെയ്താൽ ആൾക്കാർക്ക് നഷ്ടം ഉണ്ടാകുന്നു, ഇത്രയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ നഷ്ടം ബെയർ ചെയ്യാൻ ചിലപ്പോൾ ഒരു വ്യവസായിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ 5-8 വ്യവസായികൾ ചേർന്നിട്ട് ആണ് ഇൻഷുറൻസ് എന്നുള്ള ആദ്യ സംരംഭം തുടങ്ങുന്നത്. കാരണം അവരെല്ലാവരും ഒരു നിശ്ചിത എമൗണ്ട് അതിലേക്ക് മാറ്റിവെച്ചു. ആർക്കെങ്കിലും ഒരാൾക്ക് നഷ്ടം ഉണ്ടായാൽ, ഷിപ്പിൽ നഷ്ടം ഉണ്ടായാൽ എല്ലാവരും ചെറിയ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് അയാളുടെ നഷ്ടത്തിന് ആനുപാതികമായിട്ടുള്ള നഷ്ടത്തിന് അയാൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ അതിൻ്റെ വീണ്ടും പറയാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ 10 ആൾ ചേർന്നിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഇട്ട് ഒരു കാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 1000 രൂപ വീതം ഇട്ടു, അപ്പോൾ 10,000 രൂപ ഇട്ടു. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. അപ്പോൾ അസുഖം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 10,000 രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, അയാൾക്ക് ഒരു 2,000 രൂപയോ 1000 രൂപയോ 5000 രൂപയോ അയാളെ സഹായിച്ചു. അപ്പോൾ അയാൾ 1000 രൂപ ഇട്ടിട്ടുള്ളൂ, പക്ഷെ അയാൾക്ക് 5000 ചിലപ്പോൾ 10,000 രൂപയോ കിട്ടാൻ ഈ ഒരു ശൃംഖലയാണ് ഇൻഷുറൻസിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വളരെ വിശാലമായൊരു മേഖലയാണ്. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ജീവൻ ഉമങ്ക് എന്ന് പറയുന്ന LICയുടെ ലൈഫ് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് ഈ പ്ലാനിലേക്ക് പോവാം. നിങ്ങൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ അതിൻ്റെ 1-2 പോയിന്റ്സ് എന്ന് പറയുന്നു. ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമുക്ക് ഉത്തരവാദിത്തങ്ങളുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ജീവിതം തുടങ്ങുക എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാളാണ് ഒരു വീടിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാൾക്ക് ജോലിയുണ്ട്, അയാൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, അയാൾ ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അയാൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അയാൾക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇയാൾ ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് കാറിൻ്റെ ലോണുണ്ട്, ഇയാൾ വീട് വെച്ചിട്ടുണ്ട് അതിന് ലോണുണ്ട് എന്ന് വേണ്ട, ഇയാൾക്ക് നാളേക്കൊക്കെ ജീവിക്കാനുള്ള ആരോഗ്യം വെച്ചിട്ടാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരണപ്പെടുന്നു. ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് നിലവിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഹൗസിംഗ് ലോൺ അടയ്ക്കുന്നു, ബാങ്കിലെടുത്ത ലോൺ അടയ്ക്കുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള ഫണ്ട് കൊടുക്കുന്നു, അതുപോലെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ബാക്കി മറ്റുള്ളവരുടെ അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരുമാന സ്രോതസ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഈ വരുമാന സ്രോതസ് പെട്ടെന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യയ്ക്കോ, കുട്ടികൾ ചെറുതായിരിക്കും, ഭാര്യയ്ക്കോ ഇയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഇയാൾ ചെയ്യുന്ന ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഫാമിലിക്ക് വരാൻ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾ അടയ്ക്കുന്ന ഒരു ചെറിയ പ്രീമിയം വെച്ചിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ഡെത്ത് ഉണ്ടാവേ അല്ലെങ്കിൽ ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഇയാൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന് അല്ലെങ്കിൽ ഇയാൾക്ക് ഉണ്ടാകുന്ന ആ ലോസിനെ ഒരു ആനുപാതികമായിട്ട് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. അപ്പോൾ ലോകത്തിലെ എല്ലായിടത്തും ഇൻഷുറൻസ് കമ്പനികൾ, അതിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനിയാണ് LIC എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഏകദേശം 55-ലധികം വർഷം, ഏകദേശം 60 വർഷമായിട്ടുണ്ട് LIC ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ജവഹർലാൽ നെഹ്റു ആണത് തുടങ്ങിയത്. വളരെയധികം ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന പൊതുമേഖലയിലെ വലിയൊരു പ്രസ്ഥാനമാണ് LIC. മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇന്ത്യയിലെ വലിയൊരു ഫിനാൻസിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് LIC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവൻ ഉമങ്ക് എന്ന് പറയുന്ന പ്ലാനിലേക്ക് ഞാൻ വരാം. അപ്പോൾ ജീവൻ ഉമങ്ക് എന്ന് പറയുന്ന പ്ലാൻ ഒരു പെൻഷൻ പ്ലാൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ ആലോചിക്കണം,
പെൻഷൻ എത്ര ഗവൺമെന്റ് ജോലിക്കാർക്ക് മാത്രമാണ് നിലവിൽ പെൻഷനുള്ളൂ. ഒരു വ്യക്തി ജോലി ചെയ്യുന്നു, അയാൾക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അയാളുടെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ ഗവൺമെന്റ് സ്ഥാപനം കട്ട് ചെയ്തിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും നമ്മുടെ ഇവിടെ പെൻഷൻ ഇല്ല. നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളൊക്കെ പുറത്തായിരിക്കാം. ഇവിടെ ചിലപ്പോൾ നമുക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ, നമുക്കൊരു വരുമാനം മന്ത്ലി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിൻ്റെ പേര് ജീവൻ ഉമംഗാണ്. ഈ പ്ലാൻ ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2, 3, 4 വർഷമായിട്ടുള്ളൂ. നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചതിന് കാര്യങ്ങൾ കിട്ടും. അപ്പം ജീവൻ ഉമംഗിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഒരു നിശ്ചിത വയസ്സുള്ള ഏജുള്ള ഒരാൾ അയാൾ ജീവൻ ഉമംഗ് പ്ലാൻ എടുക്കുന്നു. അപ്പോൾ അയാളുടെ ഏജിനനുസരിച്ചിട്ടായിരിക്കും പ്രീമിയം. ഇവിടെ നമ്മൾ SA സം അഷ്വേർഡ് എന്ന് പറഞ്ഞൊരു ടേം കൂടി നമ്മൾ ഓർക്കണം. എല്ലാ ലൈഫ് ഇൻഷുറൻസ് പ്ലാനിലും സം അഷ്വേർഡ് വരും. സം അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകത്തിനനുസരിച്ച് ഇയാൾ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുക്കുന്നു എന്ന് വിചാരിക്കും. വീണ്ടും ഇൻഷുറൻസ് എന്ന് പറയുന്ന വെൽത്ത് മാനേജ്മെന്റ് ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 10 ലക്ഷത്തിന് ഇൻഷുറൻസ് എടുക്കുന്ന അയാൾ ആദ്യ വർഷം അടയ്ക്കേണ്ട പ്രീമിയം, അല്ലെങ്കിൽ പ്രീമിയം വർഷത്തിലോ മന്ത്ലിയോ ക്വാർട്ടർലിയോ ആയിട്ട് അടയ്ക്കാം. 6 മന്ത്സ് കൂടുമ്പോഴേക്ക് അടയ്ക്കാം. എക്സാമ്പിൾ നമ്മളൊരു ചെസ്റ്റ് വെച്ചിട്ട് 10 ലക്ഷം പോളിസി എടുത്താണ് അയാൾ എടുക്കുന്നത് ഒരു 15 വർഷത്തേക്കാണ് വിചാരിക്കും. 15 വർഷത്തിന് ശേഷമാണ് ഇയാൾക്ക് പെൻഷൻ തുടങ്ങുന്നത്. അപ്പൊ എക്സാമ്പിൾ 30 വയസ്സുള്ള ഒരാളെ പോളിസി എടുക്കുന്നു. ഇയാൾ 45 വയസ്സ് വരെ ഇയാൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇയാൾ 15 വർഷത്തെ 45 വയസ്സ് മുതലായിരിക്കും ഇയാൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങുക. അപ്പോ ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇയാൾ എടുക്കുന്നത്. ഇയാള് പ്രീമിയം അടയ്ക്കുന്നത് ഇപ്പൊ ഒരു 15 വർഷത്തേക്ക് ഇപ്പൊ ഏകദേശം ഒരു 50,000 രൂപ വെച്ച് അടച്ചാൽ 7 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ കറക്റ്റ് കാൽക്കുലേഷൻ അല്ല, ഞാനൊരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. 50,000 വെച്ച് അടയ്ക്കുന്ന ആൾ 15 വർഷം കൊണ്ട് 7 ലക്ഷം രൂപ അടയ്ക്കും. ആദ്യത്തെ വർഷം ഇയാൾ 50,000 രൂപ അടച്ചു. ഇത് വാർഷികമായിട്ടോ മന്ത്ലിയോ ക്വാർട്ടർലി, മന്ത്ലി അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം 4,000 രൂപ വരും, 4 സംതിങ്. ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുത്ത വ്യക്തിക്ക് ഇയാള് ഫസ്റ്റ് പ്രീമിയം അടച്ചു, സെക്കൻഡ് മന്തിലോ അല്ലെങ്കിൽ പ്രീമിയം അടച്ച് 1 മാസത്തിന് ശേഷമോ അല്ലെങ്കിൽ 2 ആഴ്ചക്ക് ശേഷമോ പോളിസി ആക്റ്റീവായി ഇയാൾക്ക് എന്ന് മരണം സംഭവിച്ചാലും ഉടനെ തന്നെ ഇയാളുടെ നോമിനിക്ക് 10 ലക്ഷം രൂപ LIC കൊടുക്കും. അതാണ് ആദ്യത്തെ കൺസെപ്റ്റ് ഇൻഷുറൻസ്. ഇയാൾക്ക് മരണം സംഭവിക്കുന്നത് ആക്സിഡന്റ് വഴിയാണോ ആണെങ്കിൽ നമുക്ക് ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിൽ ഡബിൾ 20 lakhs ഉടനടി തന്നെ നോമിനിക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാൾ മരിച്ചിട്ട് ഈ കാശ് കിട്ടും എന്ന കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത പൈസ. പക്ഷെ ഒരാളും അയാൾക്ക് വേണ്ടി ജീവിക്കുന്നില്ല, പ്രത്യേകിച്ചും ഫാമിലി ആയ ആൾക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നാമത്തെ കാര്യം. ഇനി ഇയാള് 15 വർഷം ഈ പൈസ അടച്ചിട്ട് ഇയാള് 16ാമത്തെ വർഷം ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ യുമങ്ങിന്റെ പ്രത്യേകത മറ്റൊരു LIC പ്ലാനുകളുടെ പ്രത്യേക 15 വർഷം കഴിഞ്ഞ് 10 ലക്ഷം രൂപ നമുക്ക് അതിന്റെ ബോണസും അടക്കം ഏകദേശം അല്പം അതിന്റെ ബോണസും അടക്കമാണ് തിരിച്ചു കിട്ടുക. 10 ലക്ഷത്തിൽ കൂടുതൽ എന്തായാലും കിട്ടും. 15 വർഷമൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ പറയാൻ പറ്റില്ല, അത് LICയുടെ IRR റേറ്റിന്റെ പ്രകാരമായിരിക്കും. അപ്പോൾ നമുക്ക് യുമങ്ങിന്റെ കാര്യത്തിൽ 8% ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത്. ഗ്യാരണ്ടി പൈസ നമുക്ക് മൊത്തമായിട്ട് കിട്ടുകയല്ല ചെയ്യുന്നത്. 10 ലക്ഷം രൂപ 15 വർഷം കഴിഞ്ഞാൽ അതിന്റെ 8% 80,000 രൂപ വീതം ഇയാൾക്ക് ഇയർലി ലൈഫ് ടൈം കിട്ടും. ഇയാൾ എത്ര 100 വർഷം എന്നാ പറയണേ, ഇയാൾ 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 100 വയസ്സ് വരെ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 100ാമത്തെ വയസ്സിൽ ഇയാൾ മരിക്കുന്നു എന്ന് വിചാരിക്കുക. മരിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു സമ്മഷ്വേഡ് ഈ 15 ലക്ഷത്തിന്റെ ബോണസും എല്ലാം അടക്കം 10 ലക്ഷത്തിന്റെ ബോണസും എല്ലാം അടക്കം നല്ലൊരു എമൗണ്ട് ഇയാൾക്ക് മരണാനന്തരം കിട്ടുന്നു. അപ്പൊ നോക്കി, ഇപ്പൊ ഈ 45 വയസ്സിൽ ഈ പെൻഷൻ കിട്ടുന്ന ആള് ഒരു 70 വയസ്സ് വരെ ജീവിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ 25 വർഷം ഇയാൾക്ക് 80,000 രൂപ വരെ കിട്ടുന്നു. ഇപ്പൊ 25 വർഷം നമുക്ക് എളുപ്പത്തിന് ഒരു 1 ലക്ഷം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 25 ലക്ഷം രൂപ കിട്ടി. ഇത് കൂടാതെ ഇയാൾ മരിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 20 lakhsന്റെ മുകളിൽ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഏജ് ഇട്ട് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം, കൃത്യമായിട്ട് അയച്ചു തരാൻ പറ്റും. അപ്പൊ അത്രയും പൈസ നമുക്ക് വീണ്ടും കിട്ടും. ഇയാൾ ആകെ അടയ്ക്കുന്നത് ഈ 15 കൊല്ലം കൊണ്ട് 10 ലക്ഷം രൂപ അടയ്ക്കുമ്പോൾ 25 ലക്ഷം പെൻഷനായിട്ട് കിട്ടുന്നു. ഇത് കൂടാതെ വീണ്ടും കിട്ടുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ.
ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളിലേക്ക് നമുക്ക് ഇത്ര ഗ്യാരണ്ടീഡ് ആയിട്ട് 8% കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പല കാര്യങ്ങളും പറയാം. നമുക്കിത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചേർന്നാൽ ഇത് അതിൽ കൂടുതൽ നമ്മൾ അങ്ങനെ ഇട്ടാൽ പൈസ ഷെയറിൽ ഇട്ടാൽ നമുക്ക് അതാക്കാം ഇതാക്കാം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യം. റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി. പക്ഷെ ആരാണ് ഈ 15 കൊല്ലം ഇത്ര കൃത്യമായിട്ട് റെക്കറിംഗ് ഒരു ബാങ്കിൽ ചേരുന്നത്? അപ്പോൾ അത് പ്രായോഗികമല്ല. അപ്പൊ അവിടെയാണ് LIC എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനം നൽകുന്ന ഒരു സർവീസിനെ കുറിച്ച് നമുക്കറിയാൻ കഴിയും. നിങ്ങളിൽ പല എതിരഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇതിൻ്റെ പോളിസി ഈ ഉമംഗ് ഞാൻ ചേർന്നിട്ടുണ്ട്. മെച്യൂരിറ്റി കിട്ടിയിട്ടുള്ള പോളിസികൾ എനിക്കുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് LIC ഒരു കാരണവശാലും നഷ്ടമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതിന് പല കാര്യങ്ങളും ഏജ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇതാണ് ജീവൻ ഉമംഗ് എന്ന് പറയുന്ന ഒരു പ്ലാൻ. ഇതൊരു നല്ലൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇത് പ്യുവർലി ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നൊക്കെ താല്പര്യം അറിയാനുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊരു പ്ലാന് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റോ ചെയ്താൽ ഞാൻ നിങ്ങളുടെ മെസ്സേജ് ചെയ്ത് തരാം. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓവറോൾ എഡ്യൂക്കേഷൻ ടിപ്സാണ് നമ്മൾ പറയുന്നത്. എല്ലാം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ജീവിതത്തിന് ആവശ്യമുള്ള എന്തറിവും നമ്മളിവിടെ ഉൾക്കൊള്ളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ. ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.